ഉയർത്തിക്കൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് LDF എത്തിയിരിക്കുന്നത്. മാവേലിക്കരയിൽ NDA മുന്നിൽ, പക്ഷെ എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരപ്രകാരം 2 സീറ്റിൽ മാത്രമാണ് NDA മുന്നോട്ട് നിൽക്കുന്നത്. ഇപ്പോൾ അത് 3 അത് മാവേലിക്കര ഉൾപ്പെടെ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതേഴ്സ് എന്നുള്ള പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 9 പേരെ കാണിക്കുന്നു. ആ 9 പേരിൽ 8ഓളം പേർ LDF-ലാണ്. അപ്പം 8 പേര് അതേഴ്സും LDF-ന്റെ 73 വെക്കുമ്പോൾ 81 എന്നുള്ള സംഖ്യയിലേക്ക് LDF നീങ്ങുകയാണ്. 1 മണിക്കൂർ കഴിയുമ്പോൾ വളരെ ഭദ്രമായ നിലയിൽ LDF മുന്നോട്ട് പോകും എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. UDF-ന്റെ സീറ്റ് നേട്ടം 45 ലീഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. 74+6 എന്ന നിലയ്ക്ക് 81 സീറ്റുകളിൽ ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് LDF ഇപ്പോൾ ക്രമമായി ചന്ദ്രശേഖർ, തൃശൂരിൽ ഇടതുപക്ഷത്തിന്റെ തരംഗം 12 സീറ്റിലും ഇടതുപക്ഷം മുന്നിട്ട് നിൽക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ തരംഗം സൂചന കിട്ടിയ 12-ൽ 12 ഇടതുപക്ഷം തൃശൂര്. ഒരേ ഒരു മണ്ഡലത്തിലെ സൂചന മാത്രമാണ് ലഭിക്കാനുള്ളത്, കയ്പമംഗലം. അവിടെ വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടില്ല എന്ന വിവരമാണ് തൃശൂരുള്ള 13-ൽ 13 ഇടതുപക്ഷത്തിന്റെ ആധിപത്യത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. DCRന്റെ ശ്രദ്ധയ്ക്ക് കയ്പമംഗലത്ത് അനൗപചാരികമായി വോട്ടെണ്ണലിന്റെ വിവരങ്ങൾ ലഭിക്കാനുണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് അപ്ഡേറ്റ് ചെയ്യുന്നില്ല. കയ്പമംഗലം അന്വേഷിച്ച് തരികയാണെങ്കിൽ തൃശൂരിന്റെ സമഗ്ര ചിത്രം നമുക്ക് നൽകാനാവും. ഫലമറിഞ്ഞ 12 സീറ്റുകളും LDF-നൊപ്പം നിന്നുകൊണ്ട് തൃശൂരിൽ LDF അട്ടിമറി വിജയം സൃഷ്ടിച്ച് കൊടുങ്കാറ്റ്. അതുപോലെ കണ്ണൂര്, ഇരിക്കൂർ ഒഴിച്ച് ബാക്കിയുള്ള മണ്ഡലങ്ങളിലെല്ലാം 10 മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ ആധിപത്യമാണ്. അതായത് കണ്ണൂര്, തൃശൂര്, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരത്ത് ഇടതുപക്ഷത്തിന് ലീഡ്. ഇതാണ് ഇവിടുത്തെ ചിത്രം. തിരുവനന്തപുരത്ത് 8 സീറ്റുകളിൽ LDF-ഉം UDF 5 സീറ്റുകളിലും. ഒരുപക്ഷെ എല്ലാ മേഖലയിലും ഇടതുപക്ഷത്തിന്റെ ഒരു ആധിപത്യം തെളിയിക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. നിലവിലുള്ള കണക്ക് പ്രകാരം 84 സീറ്റുകളിൽ ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു. 84 സീറ്റിൽ വീണ്ടും പ്രേക്ഷകരിലേക്ക് സ്വതന്ത്രർ ഉൾപ്പെടെ 84 സീറ്റിൽ ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു. UDF ആകട്ടെ 47 സ്ഥലത്ത് മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. NDA-യുടെ നേട്ടം 2 സീറ്റിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാട്ടും തിരുവനന്തപുരത്ത് നേമത്തും മാത്രമാണ് NDA ലീഡ് ചെയ്യുന്നത്. തരൂരിൽ AK ബാലൻ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ BJP ഭരിക്കുന്ന സ്ഥലങ്ങളിലാണ് ആദ്യത്തെ വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നത്. നടക്കുന്നത് അതിന്റെ ഒരു പ്രഭാവമാണ്. മാത്രമല്ല, ഒന്നും പറയാറായിട്ടില്ല. 292 വോട്ടിന്റെ കേവലമായ ഒരു ഭൂരിപക്ഷം മാത്രമാണ്. വളരെ സാങ്കേതികമായ ഒരു മുന്നേറ്റം മാത്രമാണ്. ശോഭാ സുരേന്ദ്രൻ, ശ്രീ പിണറായി വിജയന്റെ ലീഡ് 8000 കവിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ വളരെ വളരെ അപ്രമാദിത്വമുള്ള ഒരു ലീഡിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ മലബാറിൽ നിന്ന് വരുന്ന ലീഡുകളൊക്കെ അചഞ്ചലമായിട്ടുള്ള ലീഡുകളാണ്. നമുക്ക് ഈ നിമിഷം നൽകാനുള്ളത് ലീഗിന്റെ കോട്ടയിൽ വിള്ളൽ. ലീഗിന്റെ കോട്ടയിൽ വിള്ളൽ. മലപ്പുറത്ത് കേവലം 2 സീറ്റുകളായിരുന്നു ഇടതുപക്ഷത്തുണ്ടായിരുന്നത്, 5ലേക്ക് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് മലബാർ. തൃശ്ശൂര് 12 സീറ്റിലും 13 സീറ്റിലും LDF. നിലവിലുള്ള വിവരപ്രകാരം 82 സീറ്റിൽ LDF ലീഡ് ചെയ്യുന്നു. UDF 48 സീറ്റിൽ, NDA 2 സീറ്റിൽ. ജില്ല തിരിച്ചു പോകുകയാണെങ്കിൽ കാസർഗോഡ് UDF-ന് ആധിപത്യം, കണ്ണൂരിൽ LDF-ന് സമഗ്രാധിപത്യം, വയനാട് 1 സീറ്റ് LDF, 2 സീറ്റ് UDF, കോഴിക്കോട് ഭൂരിപക്ഷം സീറ്റുകളിൽ LDF 8-5, മലപ്പുറത്ത് 10-5, പാലക്കാട് 8-2, തൃശ്ശൂര് 13-0, എറണാകുളത്ത് LDF 5 സീറ്റ്, UDF 6 സീറ്റ്, ഇടുക്കിയിൽ 2 സീറ്റ് LDF, 3 സീറ്റ് UDF, കോട്ടയത്ത് 2 സീറ്റ് LDF, 5 സീറ്റ് UDF, 2 സീറ്റ് അതേഴ്സ് ഉണ്ട്. ബ്രിട്ടാസ് 2 സീറ്റ് അതേഴ്സ് ഉണ്ട്. അപ്പൊ 2 കൂടി കൂട്ടി 4 സീറ്റ്, 4-5. അതിൽ 1 PC ജോർജ് ആണ്. അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആലപ്പുഴയിൽ 5 സീറ്റിൽ LDF, 3 സീറ്റ് UDF, പത്തനംതിട്ടയിൽ 4 സീറ്റ് LDF, 1 സീറ്റ് UDF, കൊല്ലത്ത് 8 സീറ്റിൽ LDF, 1 സീറ്റിൽ മാത്രം UDF, തിരുവനന്തപുരത്ത് 8 സീറ്റിൽ LDF, 1 സീറ്റിൽ O രാജഗോപാൽ, 5 സീറ്റിൽ UDF. ഇതാണ് സംസ്ഥാനത്തിന്റെ ചിത്രം. ചന്ദ്രശേഖർ, കണ്ണൂരിലും തൃശ്ശൂരും അതുപോലെ കൊല്ലം,
കൊല്ലം, പത്തനംതിട്ട എന്നിവിടങ്ങളിലും LDFന്റെ സമഗ്രാധിപത്യം കാണുന്ന കാഴ്ചയാണ്. തിരുവനന്തപുരത്തും LDFനാണ് മേൽക്കൈ ഉള്ളത് എന്നുള്ള സ്ഥിതിയുണ്ട്. അങ്ങനെയാണ് 82 സീറ്റുകളുടെ ഭൂരിപക്ഷത്തിന് ഇപ്പോൾ LDF മുന്നിട്ട് നിൽക്കുന്നത്. UDFന്റെ സീറ്റ് നേട്ടം 48 മാത്രമാണ്. ഇപ്പോഴും NDA 2 സീറ്റിൽ മാത്രമാണ്. പാലക്കാട്ടും അതുപോലെ തന്നെ നേമത്തും മാത്രമാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അവിടെ അവർ കൺസിസ്റ്റന്റ് ആയി മുന്നിട്ട് നിൽക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് അതായത് നേമത്ത് രാജഗോപാലിന്റെ ലീഡ് ഇപ്പോൾ 2666 വോട്ടുകളായി മുന്നിട്ട് നിൽക്കുകയാണ്. അവിടെ രണ്ടാം സ്ഥാനത്തുള്ളത് വി ശിവൻകുട്ടിയാണ്. ഏറ്റവും അവസാനത്തെ ചിത്രമനുസരിച്ച് 84-47 എന്ന നിലയ്ക്ക് വളരെ ഭദ്രമായ ലീഡ് മേൽക്കൈ LDF നിലനിർത്തുകയാണ്. കേരളത്തിലെ ഭരണം LDF പിടിക്കും എന്ന മട്ടിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബ്രിട്ടാസ് ചന്ദ്രശേഖർ, ഈ സമയത്ത് നമ്മൾ നൽകാനുള്ളത് 82 സീറ്റോളം LDFന് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. 82 സീറ്റോളം. UDF അത് കേവലം 48 സീറ്റിലാണ്. NDA 2 സീറ്റിലാണ്. പല ജില്ലകളിലും ഇടതുപക്ഷത്തിന്റെ ആധിപത്യമാണ്. മലപ്പുറത്ത് ലീഗിന്റെ ഒരു ആധിപത്യത്തിൽ വെള്ളലേൽപ്പിക്കാൻ വേണ്ടിയിട്ട് LDFന് കഴിഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ ഇടതുപക്ഷം മേൽക്കൈ നേടിയപ്പോൾ കൊല്ലത്ത് വലിയൊരു ആധിപത്യമാണ് ഇടതുപക്ഷം. NDA ഇതാദ്യമായിട്ട് 3 സീറ്റിലേക്ക് ലീഡ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതിലൊന്ന് കാസർഗോഡാണ്. കാസർഗോഡ് ഒരു മണ്ഡലമാണ്. അതായത് 3 സീറ്റിൽ NDA ലീഡ് സൃഷ്ടിച്ചിരിക്കുന്നു. അതിൽ 1 തിരുവനന്തപുരമാണ്, 2 കാസർഗോഡാണ്, മൂന്നാമത്തെ ഇപ്പൊ 2 ചുരുങ്ങിയിരിക്കുന്നു. വീണ്ടും 2 ചുരുങ്ങിയിരിക്കുന്നു. ഇടതുപക്ഷം കേവല ഭൂരിപക്ഷത്തിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നു. തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷം ഒരുപക്ഷെ ആകെ പറയാൻ കഴിയുന്ന ഇടതുപക്ഷത്തിന് ഒരു ഭൂരിപക്ഷം സാധ്യമാകുന്ന തരത്തിലുള്ള സൂചകങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, പാലക്കാട് സീറ്റിൽ ശോഭാ സുരേന്ദ്രൻ നേടിയിരുന്ന ലീഡ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു എന്നാണ്. പകരം കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് മണ്ഡലത്തിലാണ് ഇപ്പോൾ NDA ലീഡ് നേടിയിരിക്കുന്നത്. അവിടെ കാസർഗോഡ് മണ്ഡലത്തിൽ രവിഷ തന്ത്രി കുണ്ടൂർ എന്ന സ്ഥാനാർത്ഥിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ലീഡ് ശോഭാ സുരേന്ദ്രന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരം. പാലക്കാട് പകരം ഷാഫി പറമ്പിൽ ലീഡ് നേടിയിരിക്കുകയാണ്. 528 വോട്ടിന്റെ ലീഡാണ് ഷാഫി പറമ്പിലിനുള്ളത്. ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും പുതുതായി കൊടുക്കാനുള്ളത്. LDF 77 സീറ്റാണ് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റ് പറയുന്നത്. പക്ഷേ 82 സീറ്റ് LDF മുന്നിലുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 82 കഴിഞ്ഞിരിക്കുന്നു ചന്ദ്രശേഖർ. അതായത് LDFന് 77 സീറ്റ് വ്യക്തമായിട്ടും 7 സ്വതന്ത്രരുടെ പിന്തുണയും കൂടി 85 എന്നുള്ള സംഖ്യയിലേക്ക് മാറിയിരിക്കുന്നു. അതനുസരിച്ചുള്ള അപ്ഡേഷൻ അവിടെ വരട്ടെ. 85ഓളം സീറ്റിൽ LDF 85ഓളം സീറ്റിൽ LDF ലീഡ് ചെയ്യുന്നു. 85 സീറ്റ്. UDF 48 മാത്രം. NDA 2 സീറ്റില്. ഇതാണ് ഈ നിമിഷം നമുക്ക് നൽകാൻ കഴിയുന്നത്. പാലക്കാട് വീണ്ടും NDA മുന്നോട്ട് വന്നിരിക്കുന്നു. അതനുസരിച്ച് 3 സീറ്റിൽ NDA ലീഡ് ചെയ്യുന്നു. പാലക്കാട്ട് വളരെ ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ ശോഭാ സുരേന്ദ്രനും ഷാഫി പറമ്പിലും തമ്മിലാണ് മത്സരം എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 77 സീറ്റിലേക്ക് LDF നീങ്ങുന്നതായിട്ടാണ് വിവരം. ദയവീതിട്ട് നമ്മുടെ ടിക്കറിന് അപ്പുറത്തേക്ക് ഞങ്ങൾ പോകുകയാണ്. സംസ്ഥാനത്ത് ഒരു ഇടതുപക്ഷത്തിന്റെ വ്യക്തമായിട്ടുള്ള ഒരു മേൽക്കോയ്മ, ഒരു തരംഗം വേണമെങ്കിൽ കാണാം. അതായത് 86 സീറ്റിൽ LDF ലീഡ് ചെയ്യുന്നു. 86 സീറ്റിൽ ചെങ്ങന്നൂർ LDFന് ലീഡ്. ത്രികോണ മത്സരം നടന്ന ചെങ്ങന്നൂർ LDFന് ലീഡ്. കണ്ണൂരിലും കൊല്ലത്തും തൃശൂരും ഇടതുപക്ഷ തരംഗം. കണ്ണൂരിലും തൃശൂരും കൊല്ലത്തും ഇടതുപക്ഷ തരംഗം. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 9 സീറ്റിൽ LDF, 4 സീറ്റിൽ UDF, 1 സീറ്റിൽ മാത്രം NDA.
ഇടതുപക്ഷം കേരളം ഭരിക്കുമെന്ന് പറയാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. വോട്ടെണ്ണൽ തുടങ്ങി 1.25 മണിക്കൂർ കഴിയുമ്പോഴുള്ള സ്ഥിതിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥിതി സുസ്ഥിരതയിലേക്ക് എത്തിയിരിക്കുന്നു. കൺസിസ്റ്റന്റ് ആയ നിലയ്ക്ക് LDF ലീഡ് നിലനിർത്തുന്നു. 86 മണ്ഡലങ്ങളിലെങ്കിലും മുന്നിട്ട് നിന്നുകൊണ്ടാണ് LDF ജയിക്കുന്നത്, വിജയം ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. UDF 46 സീറ്റുകളിൽ മാത്രമാണ് UDFന് ഇപ്പോൾ മേൽക്കൈ ഉള്ളത്. NDA 3 മുന്നിട്ട് നിൽക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോട്ട്, പാലക്കാട് ജില്ലയിലെ പാലക്കാട് 87 മണ്ഡലങ്ങളിൽ LDFന് ലീഡ്. 87 മണ്ഡലങ്ങളിൽ LDFന് ലീഡ്. UDFന്റേത് 46 മാത്രം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ എക്സിറ്റ് പോൾ ഫലങ്ങളെ അടിവരയിടുന്ന രീതിയിലുള്ള ഒരു ഫലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും 87 മണ്ഡലങ്ങളിൽ LDFന് ലീഡ്. കണ്ണൂരും തൃശൂരും അതുപോലെ തന്നെ കൊല്ലത്തും LDFന്റെ സമഗ്രാധിപത്യം. പാലക്കാട് LDFന് മുന്നേറ്റം, 8 സീറ്റിൽ LDF. അതുപോലെ ആലപ്പുഴയിൽ മുന്നേറ്റം, അതുപോലെ പത്തനംതിട്ടയിൽ സമാസമം. കൊല്ലത്ത് ഇടതുപക്ഷത്തിന്റെ സമഗ്രാധിപത്യം, 1 സീറ്റ് ഒഴിച്ച് 10 സീറ്റിലും LDF ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് LDFന്റെ ആധിപത്യം, 9 സീറ്റിൽ LDF, 1 സീറ്റിൽ NDA, UDF 4 സീറ്റിൽ. ബ്രിട്ടാസ്, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വളരെ ശ്രദ്ധേയമാണ്. 13 മണ്ഡലങ്ങളുള്ള തൃശ്ശൂരിൽ 13 മണ്ഡലങ്ങളും LDFനൊപ്പം ഈ നിമിഷം വോട്ടെണ്ണൽ ആരംഭിച്ച് 1.25 മണിക്കൂറിന് ശേഷം 13 മണ്ഡലങ്ങളിലും LDF മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് പ്രത്യേകത. അതുപോലെ തന്നെ അവിടെ പുതുക്കാട് മണ്ഡലത്തിൽ 2ാം സ്ഥാനത്ത് NDA ആണ് വന്നിരിക്കുന്നത്. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോകുന്ന കാഴ്ചയാണ്. 6 മന്ത്രിമാർ പിന്നിൽ. UDF മന്ത്രിസഭയിലെ 7 മന്ത്രിമാർ പിന്നിൽ. 7 മന്ത്രിമാർ പിന്നിൽ. കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ ഒഴിച്ച് ബാക്കി 10 മണ്ഡലങ്ങളും ഇടതുപക്ഷം. കാസർഗോഡ് LDF 2, UDF 2, NDA 1. വയനാട് 1 സീറ്റ് ഇടതുപക്ഷം പിടിച്ചെടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കോഴിക്കോടാണ് ഒരുപക്ഷെ ഇടതുപക്ഷം ഏറ്റവും വലിയൊരു പോരാട്ടം നേരിടുന്നത്. 6-6-1, 7 സീറ്റിൽ ഇടതുപക്ഷം, 6 സീറ്റിൽ UDF. 7 മന്ത്രിമാർ പിന്നിൽ എന്നത് ഈ നിമിഷത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കളങ്കിതരായ മന്ത്രിമാർ മത്സരിക്കരുത് എന്ന വാദമുയരുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. മലപ്പുറത്ത് 5 സീറ്റിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈ, 11 സീറ്റിൽ UDFന് മേൽക്കൈ. പാലക്കാട് 8 സീറ്റിൽ LDFന്. തൃശ്ശൂര് സമഗ്രാധിപത്യം, 1 സീറ്റ് പോലും എതിരാളിക്ക് കൊടുക്കാതെ തൃശ്ശൂരിൽ ഇടതുപക്ഷം 13-13. എറണാകുളത്ത് അത്ഭുതകരമായിട്ടുള്ള തിരിച്ചുപിടിക്കലാണ് LDF നടത്തുന്നത്. 7 മണ്ഡലങ്ങളിൽ LDF, 6 മണ്ഡലങ്ങളിൽ മാത്രമാണ് UDF. ഇടുക്കിയിലാണ് ഒരുപക്ഷെ UDF അല്പം ഒരു മേൽക്കൈ, 3-2. കോട്ടയത്ത് 2 സീറ്റിൽ LDF, 5 സീറ്റിൽ UDF. ആലപ്പുഴയിൽ ഇടതുപക്ഷത്തിന്റെ തേർവാഴ്ച. രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന ഹരിപ്പാട് ഒഴിച്ച് ബാക്കി 8 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു. പത്തനംതിട്ടയിൽ 3-2. കൊല്ലത്ത് ഇടതുപക്ഷത്തിന്റെ സമഗ്രാധിപത്യം, 9 സീറ്റില് ഇടതുപക്ഷം ലീഡ് ചെയ്യുമ്പോൾ UDF ലീഡ് ചെയ്യുന്നത് 1 സീറ്റിൽ മാത്രമാണ്. അതേഴ്സ് 1. അങ്ങനെ 10 സീറ്റിൽ LDF കൊല്ലത്ത് ലീഡ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് 9 സീറ്റിൽ LDF, 1 സീറ്റിൽ NDA, UDF 4 സീറ്റിൽ മാത്രം. ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം 87ലേക്ക് എത്തുന്നു. 87 അല്ല, 88ലേക്ക് കടക്കുന്നു. നമ്മുടെ വിവരപ്രകാരം PC ജോർജിനെ ഒഴിച്ചു നിർത്തി അതേഴ്സ് പട്ടികയിലുള്ള 8 പേരെ എടുത്താൽ 7 പേരെടുത്താൽ 87ലേക്ക് എത്തിയിരിക്കുന്നു. ഇടതുപക്ഷം 87ലേക്ക് എത്തിയിരിക്കുന്നു. 87-48 എന്ന നിലയിലാണ് LDF ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 87 സീറ്റുകളിൽ 1.25 മണിക്കൂർ കഴിയുമ്പോൾ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ നിലയ്ക്ക് തന്നെ LDFന്റെ ഭരണം ഉറപ്പാണ്. 7 മന്ത്രിമാരോളം പിന്നിട്ട് നിൽക്കുന്നു എന്നതാണ്. പാലായിൽ KM മാണി 287 വോട്ടുകൾക്കാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. 2ാം സ്ഥാനത്ത് സ്വാഭാവികമായും മാണി സി കാപ്പനാണ് എന്നതാണ് അവിടെ നിന്ന് പറയാവുന്ന കാര്യം. NDA 2 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയിലെ 1 സീറ്റും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് നേമം സീറ്റിലും 2 സീറ്റിൽ മാത്രമാണ് NDA BJP ലീഡ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സീറ്റുകളിലും LDFും UDFും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. കണ്ണൂര് ഇടതുപക്ഷത്തിന്റെ സമഗ്രാധിപത്യം, 10-1 സംഖ്യയിൽ യാതൊരു മാറ്റവും
വരുന്നില്ല. ഇടതുപക്ഷത്തിന് 87 സീറ്റ് എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. തൃപ്പൂണിത്തറ എം സ്വരാജ് മുന്നിൽ എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ചന്ദ്രശേഖർ, അതായത് കൊല്ലത്ത് 10 സീറ്റ് LDF എന്ന് പറയുമ്പോൾ RSP പാർട്ടി തുടച്ചു നീക്കപ്പെടുന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അവിടെ ചവറ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ UDF പിന്നോട്ട് നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും RSPക്ക് വൻ തിരിച്ചടിയാണ് കൊല്ലത്ത് വന്നിരിക്കുന്നത്. ഒരു പ്രാദേശിക പാർട്ടിയുടെ ഒരു പക്ഷേ ആസന്നമായിട്ടുള്ള ഒരു പതനമാണ് അല്ലെങ്കിൽ മരണമാണ് അവിടെ കൊല്ലത്ത് നിന്ന് ഉയരുന്നത്. ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട തൃപ്പൂണിത്തുറയിലെ തെരഞ്ഞെടുപ്പിൽ മന്ത്രി കെ ബാബുവിനെ 160 വോട്ടുകൾക്ക് പിറകിലാക്കിക്കൊണ്ട് CPIM-ന്റെ എം സ്വരാജ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ് എന്നതാണ് നമുക്ക് ഏറ്റവും പുതിയതായി റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ചന്ദ്രശേഖർ, വളരെ പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്ത് 9 സീറ്റിൽ LDF, ഒരുപക്ഷെ നമ്മുടെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ M വിജയകുമാർ പറഞ്ഞതുപോലെ 9 സീറ്റിൽ LDF മുന്നോട്ട് നിൽക്കുന്നു. ആ സീറ്റുകൾ ഏതാണെന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. നമ്മുടെ സുഹൃത്ത് ആ 9 സീറ്റുകൾ നമുക്ക് പറയാവുന്നതാണ്. വർക്കല, ആറ്റിങ്ങൽ, ചിറയൻകീഴ്, നെടുമങ്ങാട്, വാമനപുരം, അതുപോലെ തന്നെ കഴക്കൂട്ടം, പാറശാല, കോവളം, നെയ്യാറ്റിങ്കര എന്നീ സീറ്റുകളിലാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. UDF മുന്നിട്ട് നിൽക്കുന്നത് കാട്ടാക്കട, അരുവിക്കര, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്. കെ മുരളീധരൻ മുന്നിട്ട് നിൽക്കുന്നുണ്ട് വട്ടിയൂർക്കാവിൽ. O രാജഗോപാൽ നേമത്ത് മുന്നിട്ട് നിൽക്കുന്നു. ഇതാണ് തിരുവനന്തപുരത്തെ ഏറ്റവും അവസാനത്തെ ചിത്രം. ബ്രിട്ടാസ്, കരുനാഗപ്പള്ളി ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും കൊല്ലത്ത് ഇടതുപക്ഷം ലീഡ് ചെയ്യുന്നു. ഇടതുപക്ഷത്തിന്റെ സമഗ്രാധിപത്യമാണ് കൊല്ലത്ത്. UDF-ന്റെ പരമ്പരാഗത കോട്ടകളിലൊക്കെ വിള്ളൽ കാണുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിള്ളൽ സംഭവിച്ചിരിക്കുന്നത് മലപ്പുറത്താണ്. 5 സീറ്റുകളിൽ 5 സീറ്റ്. കാട്ടാക്കട മണ്ഡലത്തിൽ UDF 3-ാം സ്ഥാനത്താണ്. അതായത് കാട്ടാക്കടയില് സ്പീക്കറാണ് ശക്തൻ മത്സരിക്കുന്ന കാട്ടാക്കടയില് UDF 3-ാം സ്ഥാനത്താണ്. ഈ നിമിഷം നമുക്ക് പറഞ്ഞു നൽകാൻ കഴിയുന്നത് 88 സീറ്റിലേക്ക് 88 സീറ്റ്. നമ്മുടെ കൺട്രോൾ റൂം ശ്രദ്ധിക്കുക, 88 സീറ്റിലേക്ക് LDF വന്നിരിക്കുന്നു. 88 സീറ്റ്, 88 സീറ്റിലേക്ക് 89 സീറ്റിലേക്ക് 89 സീറ്റിലേക്ക് LDF വന്നിരിക്കുന്നു. 89 സീറ്റ്. ഒരുപക്ഷെ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ചന്ദ്രശേഖർ സീറ്റിലേക്കാണ്. 89 സീറ്റ്. അവിടെ നമ്മുടെ അപ്ഡേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. 89 സീറ്റ് പ്രേക്ഷകർ, 89 സീറ്റിലേക്ക് LDF വന്നിരിക്കുന്നു. 89 സീറ്റിലേക്ക് 89-47, NDA 2, മറ്റുള്ളവർ 1 എന്ന നിലയ്ക്കാണ് ഇപ്പോഴത്തെ മത്സര ചിത്രം. വളരെ ഭദ്രമായ നിലയിൽ ക്രമമായ ലീഡ് ഉയർത്തിക്കൊണ്ട് LDF ഭരണത്തിലേക്ക് അടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. UDF-ന്റെ പ്രമുഖരായ മന്ത്രിമാരടക്കം കടപുഴകി വീഴുന്ന ഒരു കാഴ്ചയിലേക്ക് രാഷ്ട്രീയ കേരളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. NDA-യുടെ സീറ്റ് നേട്ടം ഇപ്പോഴും 2-ൽ മാത്രമാണ്. തിരുവനന്തപുരത്ത്, നേമത്തും അതുപോലെ തന്നെ കാസർഗോഡും മാത്രമാണ് NDA മുന്നിട്ട് നിൽക്കുന്നത്. 89 സീറ്റിൽ LDF ലീഡ് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം 89 സീറ്റിൽ LDF ലീഡ് ചെയ്യുമ്പോൾ UDF ലീഡ് ചെയ്യുന്നത് 47 സീറ്റിൽ മാത്രമാണ്. NDA ലീഡ് ചെയ്യുന്നത് 2 സീറ്റിൽ മാത്രമാണ്. അതൊന്ന് നേമത്താണ്, മറ്റൊന്ന് കാസർഗോഡാണ്. കുമ്മനം രാജശേഖരൻ പിന്നിലാണ്, 7 മന്ത്രിമാർ പിന്നിലാണ്. കൊല്ലത്ത് RSP എന്ന പാർട്ടിയുടെ പതനം ആസന്നമായിരിക്കുന്നു. കൊല്ലത്ത് RSP എന്ന പാർട്ടി തുടച്ചു നീക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. കരുനാഗപ്പള്ളി ഒഴിച്ച് മറ്റൊരു സീറ്റിലും UDF-നെ കാണാനില്ല. കൊല്ലത്ത് 10 സീറ്റിൽ LDF-ഉം 1 സീറ്റിൽ മാത്രം UDF-ഉം. തൃശ്ശൂര് 13 മന്ത്രിമാരെ കണക്കെടുക്കുകയാണെങ്കിൽ കണ്ണൂരാണ് ആദ്യത്തെ പതനം സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇരവിപുരത്ത് RSPയുടെ നേതാവ് അസീസ് 13,000 വോട്ടിന് പുറകിൽ RSP തുടച്ചു നീക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് ഭവിച്ചിരിക്കുന്നു. 88 സീറ്റിൽ LDF ലീഡ്. അതുപോലെ കുണ്ടറയിൽ കോൺഗ്രസിന്റെ വക്താവായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ പിന്നിൽ. 4,000-ലേറെ വോട്ടുകൾക്കാണ് ബ്രിട്ടാസ്. അത് ഒരുപക്ഷെ കൊല്ലത്തേക്ക് നമ്മൾ ഇനി അധികം ശ്രദ്ധിക്കേണ്ടതില്ല. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റു ജില്ലകളിലേക്കാണ്. എറണാകുളത്ത് LDF കഴിഞ്ഞ ഇലക്ഷനിലെ നില മെച്ചപ്പെടുത്തുന്നതായിട്ട് കാണപ്പെടുന്നു. അതായത് 5 സീറ്റ്, UDF 8 സീറ്റ്. ഒരുപക്ഷെ UDF ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച
എറണാകുളത്ത് വേണ്ടത്ര ഒരു വിജയം കിട്ടുന്നില്ല. എറണാകുളത്ത് LDF മുന്നിട്ട് നിൽക്കുന്നത് പറവൂർ, വൈപ്പിൻ, കുന്നത്തുനാട്, പിറവം, മൂവാറ്റുപുഴ എന്നീ മണ്ഡലങ്ങളിലാണ്. ബ്രിട്ടാസ്, കെ ബാബു വീണ്ടും ലീഡിലേക്ക് വന്നിരിക്കുന്നു. 489 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ കെ ബാബു നേടിയിട്ടുള്ളത്. സ്വരാജ് 2ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. അതാണ് എറണാകുളത്ത് നിന്നുള്ള പുതിയ വിവരം. 87 സീറ്റിൽ LDF ലീഡ് ചെയ്യുന്നു. 87 സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ UDF ലീഡ് ചെയ്യുന്നത് കേവലം 48 സീറ്റിൽ മാത്രമാണ്. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം. ഒരു സീറ്റിൽ PC ജോർജ്. വട്ടിയൂർക്കാവ് കുമ്മനം രാജശേഖരൻ 3ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. NDAയുടെ വിജയപ്രതീക്ഷയായിരുന്ന കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. അവിടെ O രാജഗോപാൽ മാത്രമാണ് നിയമത്തിൽ ലീഡ് ചെയ്യുന്നത്. അതുപോലെ NDAക്ക് ലീഡുള്ളത് കാസർഗോഡ് മാത്രമാണ്. 4ഓളം സീറ്റുകളിൽ മുന്നിൽ വരുമെന്ന് NDA കരുതിയിരുന്ന തിരുവനന്തപുരത്ത് വലിയൊരു തിരിച്ചടിയാണ് BJPക്ക് ലഭിക്കുന്നത്. കേവലം ഒരു സീറ്റിൽ മാത്രമാണ്. പ്രേക്ഷകർ ശ്രദ്ധയ്ക്ക് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 നിയമസഭാ സീറ്റുകളിൽ BJPക്ക് ലീഡുണ്ടായിരുന്നു. ആ ലീഡ് 1ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. അത് O രാജഗോപാലിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നു. മറ്റൊന്ന് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ല ഏത് മണ്ഡലത്തിലാണ്? കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് മണ്ഡലത്തിൽ തന്നെയാണത്. കാസർഗോഡ് മഞ്ചേശ്വരമാണോ കാസർഗോഡാണോ? കാസർഗോഡ് മണ്ഡലത്തിൽ. അത് വളരെ അത്ഭുതകരമാണ്. മഞ്ചേശ്വരമല്ല, അതായത് മഞ്ചേശ്വരത്താണ് ഒരുപക്ഷെ സുരേന്ദ്രനാണ് കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സുരേന്ദ്രൻ 2ാം സ്ഥാനത്താണ്. അവിടെ അബ്ദുൾ റസാഖാണ് മുന്നിൽ. 2329 വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ പുറകിൽ നിൽക്കുന്നത്. കാസർഗോട്ടിൽ രവിഷ തന്ത്രി കുണ്ടൂർ എന്ന സ്ഥാനാർത്ഥിയാണ് NDAക്ക് വേണ്ടി 3885 വോട്ടുകൾ. അത്ഭുതകരമായിട്ട് വയനാട് കൽപ്പറ്റയിലും മാനന്തവാടിയിലും LDFന്റെ ലീഡ്. UDF ആകെ ഒരു സീറ്റിൽ മാത്രമേ ഉള്ളൂ. ബത്തേരിയിൽ, കൽപ്പറ്റയിലും മാനന്തവാടിയിലും LDF ലീഡ്. മന്ത്രി ജയലക്ഷ്മിയും ശ്രേയാംസ് കുമാറും പുറകിൽ നിൽക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വളരെ 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 ശ്രദ്ധേയമായിട്ടുള്ള പല സൂചകങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം നമുക്ക് നൽകാൻ കഴിയുന്നത് 87 സീറ്റിൽ LDF ലീഡ് ചെയ്യുമ്പോൾ 49 സീറ്റിൽ UDF ലീഡ് ചെയ്യുന്നു. NDA ലീഡ് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നേമം സീറ്റിലും അതുപോലെ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡും. കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ പിന്നോട്ട് നിൽക്കുന്നു. BDJSന്റെ ഒരു സ്ഥാനാർത്ഥി പോലും ലീഡ് സ്ഥാപിച്ചിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. തീർച്ചയായും പല സ്ഥലത്തും അവർ 2ാം സ്ഥാനത്തുള്ളതിന്റെ ഒരു ചിത്രം ഉണ്ട്, തൃശ്ശൂരിലടക്കം. ചന്ദ്രശേഖർ, ഇളക്കാൻ കഴിയാത്ത 2 ജില്ലകളായി കണ്ണൂരും തൃശ്ശൂരും മാറിയിരിക്കുന്നു. തൃശ്ശൂർ 13 തുടരുന്നു. കണ്ണൂർ 10. കുട്ടനാട് തോമസ് ചാണ്ടി മുമ്പിൽ. ഒരുപക്ഷെ BDJSന്റെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മത്സരം നടന്ന കുട്ടനാട്. BDJS 2ാം സ്ഥാനത്ത്, UDF 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 87 സീറ്റിൽ LDF ലീഡ് ചെയ്യുന്നു. 49 സീറ്റിൽ UDF ലീഡ് ചെയ്യുന്നു. NDA 2 സീറ്റിൽ. കണ്ണൂർ ജില്ല, അതുപോലെ തന്നെ പാലക്കാട് ജില്ല, തൃശൂർ ജില്ല, അതുപോലെ ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ല, അതുപോലെ തിരുവനന്തപുരം. ഈ ജില്ലകളിലാണ് ഇടതുപക്ഷത്തിന്റെ തേരോട്ടം നടത്തിയിരിക്കുന്നത്. മലപ്പുറത്ത് അബ്ദുർ റബ്ബ് പിന്നിൽ. തിരൂരങ്ങാടിയിൽ അബ്ദുർ റബ്ബ് 2000-ലധികം വോട്ടുകൾക്ക് പിന്നിൽ. മുസ്ലിം ലീഗിന് കനത്ത തിരിച്ചടി ഏൽക്കുന്ന സൂചനകളാണ് മലപ്പുറത്ത് നിന്ന് വരുന്നത്. 11 സീറ്റിൽ മാത്രമാണ് UDF, അതായത് 16 സീറ്റിൽ 14 സീറ്റുണ്ടായിരുന്ന മലപ്പുറത്ത് UDF 11 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. NDAയുടെ തിരിച്ചടി അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെങ്ങന്നൂരിൽ അവർ 3ാം സ്ഥാനത്താണ്. ചെങ്ങന്നൂരിൽ LDFന്റെ രാമേന്ദ്രൻ നായർ 1ാം സ്ഥാനത്തും അതുപോലെ തന്നെ വിഷ്ണുനാഥാണ് 2ാം സ്ഥാനത്ത് എന്നത് വളരെ. ശ്രീധരൻപിള്ള 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാർത്ത, ഒരുപക്ഷെ ജനതാദളിന്റെ ഇടതുപക്ഷത്തേക്കുള്ള വരവിനെ പ്രതിരോധിച്ച KP മോഹനൻ അദ്ദേഹത്തിന്റെ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ 10,000-ലേറെ വോട്ടുകൾക്ക് പിന്നിലാണ്.
11,500 വോട്ടുകൾക്ക് പിന്നിലാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയും അതുപോലെ RSPയും അടുത്ത നിയമസഭയിൽ അവരുടെ സ്ഥാനം എന്തായിരിക്കും എന്ന അതിജീവന ഭീഷണി ഇല്ല. അതിജീവന ഭീഷണിയിൽ നിന്ന് കരകയറുന്ന സൂചനയുണ്ട്. ശ്രേംസ് കുമാർ കൽപ്പറ്റയിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ KP മോഹനന്റെ പതനം 100% ശ്രേംസ് കുമാർ പിന്നിൽ നിന്ന് മുമ്പിലേക്ക് വന്നിരിക്കുന്നു. എങ്കിൽ പോലും 195 വോട്ടുകൾക്കാണ് ശ്രേംസ് കുമാർ ഇപ്പോൾ മുന്നിൽ എത്തിയിട്ടുള്ളത് ശശീന്ദ്രനേക്കാൾ. 87 LDF, 49 UDF, NDA 2 എന്നുള്ള സ്ഥിതിയിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ലാതെയാണ് കഴിഞ്ഞ 15 മിനിറ്റോളം നമ്മൾ മുമ്പോട്ട് പോയിരിക്കുന്നത്. അതായത് കഴിഞ്ഞൊരു 15 മിനിറ്റ് സമയം 87 LDFന് NDAക്ക് 2, UDFന് 49. ഇതിൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. 87 എന്നുള്ള ഫിഗറിലേക്ക് LDF ഉറക്കുന്നു. കണ്ണൂർ ജില്ലയില് ഇരിക്കൂർ ഒഴിച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷം ലീഡാണ്. അതിൽ അഴീക്കോട് നികേഷ് കുമാർ ഉൾപ്പെടെ KP മോഹനൻ പരാജയപ്പെടുന്നു. വളരെ ദയനീയമായിട്ട് ഇരിക്കൂറിൽ KC ജോസഫ് ഒഴികെ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം 5925 വോട്ടിന്റെ സാമാന്യം ഭേദപ്പെട്ട ഒരു ലീഡ് നില കൈവരിച്ചു കഴിഞ്ഞു. 10,000 മുതൽ 20,000 വരെ ലീഡുള്ള മറ്റുള്ളവര് എങ്കിലും അദ്ദേഹത്തിന്റെ നേരത്തെയുള്ള പ്രകടനം വെച്ചാണ് പറഞ്ഞത്. ഇപ്പോൾ 5000 കടന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ലീഡ്. ഒരു ജില്ല തോറുമുള്ള റൗണ്ട് അപ്പിന് സമയമായിരിക്കുന്നു. എറണാകുളത്ത് LDF വീണ്ടും സ്ഥിതി മെച്ചപ്പെടുത്തിയിരിക്കുന്നു. 6 സീറ്റിൽ LDF, UDF 7 സീറ്റിൽ മാത്രം. UDF ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന എറണാകുളം മണ്ഡലത്തില് കനത്ത തിരിച്ചടിയാണ് UDFന് ലഭിച്ചിരിക്കുന്നത്. 6 സീറ്റിൽ LDF, 7 സീറ്റിൽ UDF. ഇടുക്കിയിൽ 2 LDF, 3 UDF. ഒരുപക്ഷെ UDFന് ചെറിയൊരു മേൽക്കായി ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയാവുന്നത് ഇടുക്കിയിൽ മാത്രമാണ്. കോട്ടയത്ത് 2 സീറ്റിൽ LDF, 6 സീറ്റിൽ. കോട്ടയം സീറ്റുകളുടെ ഒരു ടാലിയിലേക്ക് പോകേണ്ടത് ആവശ്യമുണ്ട്. നമുക്ക് ജില്ല തിരിച്ച് ഓക്കെ, നമുക്ക് ഒരുപക്ഷെ എറണാകുളത്ത് തുടങ്ങാം. തിരുവിതാംകൂർ ഭാഗമാണ് കുറച്ചും കൂടി സംഭവവികലമായി കാണപ്പെടുന്നത്. എറണാകുളത്ത് ചന്ദ്രശേഖർ മണ്ഡലം തിരിച്ചു പറയൂ. എറണാകുളത്ത് 6-7 എന്ന നിലയ്ക്ക് LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. LDF മുന്നിട്ട് നിൽക്കുന്നത് പറവൂർ, വൈപ്പിൻ, അതുപോലെ കൊച്ചി അത്ഭുതകരമായ രീതിയിൽ KJ മാക്സി മുന്നിട്ട് നിൽക്കുന്നു. ഒപ്പം തന്നെ കുന്നത്തുനാട്, പിറവം, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. മൂവാറ്റുപുഴയെ ജോസഫ് വാഴക്കനാണ് UDFന്റെ സ്ഥാനാർത്ഥി. വാഴക്കൻ 2ാം സ്ഥാനത്താണ്. അവിടെ എൽദോ അബ്രഹാം എന്ന LDFന്റെ സ്ഥാനാർത്ഥി 4156 വോട്ടിന്റെ താരതമ്യേന ഭദ്രമായ ഒരു ലീഡ് നില കൈവരിച്ചിരിക്കുകയാണ്. വളരെ അടുത്ത നമ്മൾ ജില്ലയിലേക്ക് പോകുന്നു. കോട്ടയം ജില്ല ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിൽ 6 സീറ്റ് UDFും 2 സീറ്റ് LDFും 1 സീറ്റ് മറ്റുള്ളവരും. PC ജോർജാണ് മുന്നിട്ട് നിൽക്കുകയാണ്. കോട്ടയത്തെ LDFന്റെ സീറ്റുകൾ ഏതൊക്കെയാണ്? LDFന്റെ സീറ്റുകൾ വൈക്കം, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി, അത് 2 സ്ഥലത്തുമാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ഏറ്റുമാനൂര് സുരേഷ് കുറുപ്പ് പിന്നിലാണ്. ഏറ്റുമാനൂര് സുരേഷ് കുറുപ്പ് പിന്നിലാണ്. എത്ര വോട്ട്? തോമസ് ചാഴികാടനാണ് അവിടെ മുന്നിട്ട് നിൽക്കുന്നത്. 755 വോട്ടിന്റെ ലീഡാണ് അദ്ദേഹം കൈവരിച്ചിരിക്കുന്നത്. PC ജോർജിന്റെ ഭൂരിപക്ഷം എന്ന് പറയൂ. PC ജോർജിന്റെ ഭൂരിപക്ഷം 3762 വോട്ടിന്റെ മാർജിനാണ് അദ്ദേഹത്തിനുള്ളത്. അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയാണ് പുറകിലുള്ളത് ജോർജ് കുട്ടി അഗസ്റ്റി. LDF പൂഞ്ഞാറില് പാലായിൽ മാണിയുടെ ലീഡ് 666 വോട്ട് മാത്രമാണ്. പാലാ, കടുത്തുരുത്തി, അതുപോലെ തന്നെ ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി എന്നിവിടങ്ങളിൽ ആണ് LDF മുന്നിലുള്ളത്. പൂഞ്ഞാറിൽ PC ജോർജ് മുന്നിട്ട് നിൽക്കുമ്പോൾ കരുനാഗപ്പള്ളിയിലും വൈക്കത്തും LDF മുന്നിട്ട് ചന്ദ്രശേഖർ ഒരു ചെറിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. LDFന് 87 സീറ്റ്, UDFന് 50 സീറ്റ്, NDAക്ക് 2 സീറ്റ്. തിരുവനന്തപുരത്ത് 1 സീറ്റിൽ LDF പിന്നോട്ട് പോയിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന 9-8 വന്നിരിക്കുന്നു. UDF 5 വന്നിരിക്കുന്നു. തിരുവനന്തപുരം സീറ്റുകളൊന്ന് പെട്ടെന്ന് ക്വിക്കായിട്ട് നോക്കാം. തിരുവനന്തപുരത്ത് വർക്കലയിലാണ് ആ മാറ്റം വന്നിരിക്കുന്നത്. വർക്കല കഹാർ ഇപ്പോൾ മുന്നിലെത്തിയിരിക്കുന്നു. 1062 വോട്ടിന്റെ ലീഡ് വി ജോയിയേക്കാൾ അദ്ദേഹം കൈവച്ചിരിച്ചിരിക്കുന്നു. അവിടെയാണ് ആ വ്യത്യാസം വന്നിട്ടുള്ളത്. ബാക്കി എല്ലാ സീറ്റുകളും പഴയ പോലെ നിൽക്കുകയാണ്. നിയമം ഇപ്പോഴും രാജഗോപാലിന്